ഹലോ കുട്ടികളെ, ഹാലാസ്യ മഹാത്മ്യത്തിലെ പരമശിവന്റെ രണ്ടാമത്തെ ലീലയായ ഐരാവത ശാപമോചനം എന്ന കഥയാണ് ഇന്ന് കഥമുത്തശ്ശി പറയാൻ പോകുന്നത്. അഗസ്ത്യ മഹർഷി വസിഷ്ഠാദി മഹർഷിമാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഹാലാസ്യ മഹാത്മ്യത്തിലെ പരമശിവന്റെ ലീലകളെല്ലാം. പണ്ടൊരിക്കൽ ദേവേന്ദ്രൻ ജംഭാസുരൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ചു. ബലിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഈ ജംബാസുരൻ. പാലാഴി മഥനത്തിന് ശേഷം ലഭിച്ച അമൃത് ദേവന്മാർ ഭക്ഷിക്കുകയും അസുരന്മാർക്ക് ഒട്ടും കിട്ടാതെ വരികയും ചെയ്തപ്പോൾ അസുരന്മാർ ബലിയുടെ നേതൃത്വത്തിൽ ദേവന്മാരോട് യുദ്ധം തുടങ്ങി. ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് ബലി വീണപ്പോൾ ജംഭാസുരൻ അതീവ ശക്തിയോടെ ഇന്ദ്രനെ എതിരിടാൻ തുടങ്ങി. ഇന്ദ്രൻ കുറേ യുദ്ധം ചെയ്തതിന് ശേഷം തൻ്റെ വജ്രായുധം കൊണ്ട് ജംഭാസുരനെ വകവരുത്തി. ശക്തനായ ജംഭാസുരനെ കൊന്നതിന് ശേഷം ഐരാവതത്തിൻ്റെ പുറത്ത് കയറി സ്വർഗത്തിൽ തിരിച്ചെത്തിയ ഇന്ദ്രനെ 33 കോടി ദേവന്മാരും മഹർഷിമാരും എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് ഇന്ദ്രന് ധാരാളം കാഴ്ചവസ്തുക്കളെല്ലാം സമർപ്പിച്ചു. വിജയിയായ ഇന്ദ്രൻ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാവരുടെയും അഭിനന്ദനമെല്ലാം ലഭിച്ച ഇന്ദ്രന് ഈ വിജയം കൊണ്ട് താൻ വളരെ ശക്തനാണ് എന്നൊരു ഗർവമുണ്ടായി. ആ സമയത്ത് ദുർവാസാവ് മഹർഷിയും അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം താൻ പോയി പൂജിച്ച കാമേശ്വരലിംഗത്തിൻ്റെ ശിരസിൽ നിന്ന് തനിക്ക് പ്രസാദമായി ലഭിച്ച ഒരു ദിവ്യ പുഷ്പം സമ്മാനമായി ഇന്ദ്രന് കൊടുത്തു. തൻ്റെ വിജയത്തിൽ മതിമറന്നിരുന്നിരുന്ന ഇന്ദ്രൻ അത്ര ആദരവൊന്നും ആ പുഷ്പത്തിന് കൊടുത്തില്ല. അദ്ദേഹം ഒരു കൈകൊണ്ട് ആ പുഷ്പം വാങ്ങി തൻ്റെ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. ആന തലയിട്ട് ആട്ടിയപ്പോൾ ആ പുഷ്പം നിലത്ത് വീഴുകയും ഐരാവതം അതിനെ ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. ദുർവാസാവ് മഹർഷി ദേവേന്ദ്രൻ്റെ ഈ അനാദരം കണ്ട് ദേവേന്ദ്രനെയും ഐരാവതത്തിനെയും ഉടൻ തന്നെ ശപിച്ചു. ദേവേന്ദ്രൻ്റെ തല ഒരിക്കൽ ഒരു പാണ്ഡ്യരാജാവ് അടിച്ചുടയ്ക്കുമെന്നും പരമശിവന്റെ പ്രസാദമായ പുഷ്പം ചവിട്ടിയരച്ച ഐരാവതം ഒരു കാട്ടാനയായി ഭൂമിയിൽ സഞ്ചരിക്കാൻ ഇടയാകട്ടെ എന്നുമാണ് ദുർവാസാവ് മഹർഷി ശപിച്ചത്. മഹർഷി ഇങ്ങനെ ശപിക്കുന്നത് കണ്ട് ദേവന്മാരെല്ലാം വേഗം മഹർഷിയെ സ്തുതിച്ച് പ്രസാദിപ്പിച്ചു. എന്നിട്ട് ദേവേന്ദ്രനോടും ഐരാവതത്തിനോടും ക്ഷമിക്കണേ എന്ന് ദേവന്മാരെല്ലാവരും ചേർന്ന് അപേക്ഷിച്ചു. ശാപമോക്ഷം കൊടുക്കണേ എന്ന് അപേക്ഷിച്ച ദേവന്മാരോട് ശിവപ്രസാദമായ പൂവ് നശിപ്പിച്ചത് വലിയ അപരാധമാണെന്നും അത് ശിവദ്രോഹം ചെയ്തതിന് തന്നെ തുല്യമാണെന്നും അതുകൊണ്ട് ആ പാപം നശിക്കാൻ ഭൂമിയിൽ ഹാലാസ്യം എന്ന പേരോടുകൂടിയ ഒരു ശിവക്ഷേത്രമുണ്ടെന്നും അവിടെ ഹേമപത്മിനി എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു തീർത്ഥമുണ്ടെന്നും ആ തീർത്ഥത്തിൽ കുളിച്ച് അവിടുത്തെ സുന്ദരേശ്വരനെ കണ്ട് പൂജിച്ചാൽ സകല പാപങ്ങളും നശിക്കുമെന്നും ദുർവാസാവ് മഹർഷി പറഞ്ഞു. അതുകൊണ്ട് ദേവേന്ദ്രനും ഐരാവതവും സുന്ദരേശ്വരനെ പൂജിച്ച് ശാപമോക്ഷവും പാപശാന്തിയും ഉണ്ടാക്കട്ടെ എന്ന് മഹർഷി പറഞ്ഞു. അങ്ങനെ ചെയ്താൽ താൻ ശപിച്ചതുപോലെ പാണ്ഡ്യഭൂപൻ ദേവേന്ദ്രൻ്റെ തല ഉടക്കില്ലെന്നും കിരീടം മാത്രമേ ഉടയുകയുള്ളൂ എന്നും 100 വർഷം കാട്ടാനയായി കഴിഞ്ഞതിന് ശേഷം ഐരാവതം വീണ്ടും ശാപമോക്ഷം കിട്ടി അഷ്ടദിഗ്ഗജങ്ങളിൽ പ്രധാനിയായി തീരുമെന്ന് പറഞ്ഞ് മഹർഷി അനുഗ്രഹിച്ചു. ശാപം കിട്ടിയ ഐരാവതം ഉടൻ തന്നെ ഒരു കാട്ടാനയായി മാറി. 4 കൊമ്പുള്ള ഐരാവതത്തിൻ്റെ 2 കൊമ്പുകൾ പെട്ടെന്ന് ഇല്ലാതായി. കാട്ടാനയായി മാറിയ ഐരാവതം ഭൂമിയിലെത്തി വലിയ കാടുകളിൽ മറ്റു കാട്ടാനകളോടൊപ്പം കഴിയാൻ തുടങ്ങി. വെയിലും മഴയും കൊണ്ടും ആഹാരത്തിന് ബുദ്ധിമുട്ടിയും ആന മഹർഷിയുടെ ശാപശക്തി കൊണ്ട് പല കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് 100 വർഷം പല കാടുകളിലുമായി കഴിച്ചുകൂട്ടി. 100 വർഷമായപ്പോൾ ആന ഭഗവാന്റെ അനുഗ്രഹം മൂലം ഹാലാസ്യത്തിൽ എത്തിച്ചേർന്നു. ഹാലാസ്യത്തിലെ ശ്രീപരമേശ്വരൻ്റെ ക്ഷേത്രത്തിൻ്റെ മഹത്വം മൂലം ദുർവാസാവ് മഹർഷി പറഞ്ഞ ശാപമോക്ഷത്തിൻ്റെ മാർഗം ആ ആനയ്ക്കപ്പോൾ ഓർമ്മ വന്നു. ഉടൻ തന്നെ ആന ഹേമപത്മിനി തീർത്ഥത്തിലിറങ്ങി ഭക്തിയോടെ കുളിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഐരാവതത്തിന് തൻ്റെ വെളുത്ത നിറം തിരികെ ലഭിക്കുകയും
വീണ്ടും 4 കൊമ്പുകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് ആനകളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഐരാവതം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് തൻ്റെ തുമ്പിക്കൈയിൽ കരുതിയ ഹേമപത്മിനിയിലെ തീർത്ഥം കൊണ്ട് സുന്ദരേശ്വരനെ നന്നായി അഭിഷേകം ചെയ്തു. എന്നിട്ട് മനസ്സുകൊണ്ട് ഭഗവാന്റെ പൂജകളെല്ലാം യഥാവിധി ചെയ്തു. എന്നിട്ട് വീണ്ടും വീണ്ടും ഭഗവാനെ സ്തുതിച്ച് തൻ്റെ വംശത്തിലുള്ള ദിഗ്ഗജങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ വിമാനം ചുവന്ന് നിൽക്കുന്നത് പോലെ തന്നെ തനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ ഭഗവാനെ ഐരാവതം നല്ലപോലെ നമസ്കരിച്ചു. ഐരാവതത്തിൻ്റെ ഭക്തി കണ്ട് സന്തോഷിച്ച ശ്രീപരമേശ്വരൻ ഐരാവതത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, എൻ്റെ വലിയ ഭക്തനായ ഇന്ദ്രനെ ചുമക്കുന്ന നീ വീണ്ടും അങ്ങനെ തന്നെ ചെയ്താൽ മതി. നിന്റെ ഭക്തി കണ്ട് എനിക്ക് വളരെ സന്തോഷമായി. നീ വീണ്ടും സ്വർഗത്തിൽ പോയി ഇന്ദ്രൻ്റെ കൂടെ കഴിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. ഐരാവതം വീണ്ടും ഭക്തിയോടെ ഭഗവാനെ തൊഴുത് അങ്ങ് പറയുന്നത് പോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. തന്നിൽ എല്ലാ കാലത്തും കാരുണ്യം ഉണ്ടായിരിക്കണേ, തന്നെ കാത്തു രക്ഷിക്കണേ എന്ന് ഐരാവതം ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഐരാവതത്തെ അനുഗ്രഹിച്ചതിന് ശേഷം ആ ലിംഗത്തിൽ തന്നെ അപ്രത്യക്ഷമായി. മനോഹരമായിട്ടുള്ള ആ ക്ഷേത്ര പരിസരവും ഭഗവാനെയും വിട്ടുപോകാൻ ഐരാവതത്തിന് മനസ്സ് വന്നില്ല. ഐരാവതം ആ മൂലലിംഗത്തിൻ്റെ പശ്ചിമഭാഗത്തായി കാലുകൊണ്ട് കുഴിച്ച് ഒരു തീർത്ഥമുണ്ടാക്കി. അതിൻ്റെ കരയിൽ ഗണപതി ഭഗവാനെയും മറ്റൊരു ശിവലിംഗവും പ്രതിഷ്ഠിച്ച് ഭക്തിയോടുകൂടി പൂജ ചെയ്ത് അവിടെ തന്നെ കുറേ നാൾ താമസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഐരാവതത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശാപമോചനം കിട്ടിയതറിഞ്ഞ ദേവേന്ദ്രൻ ഐരാവതത്തെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതിന് തൻ്റെ ദൂതന്മാരെ അയച്ചു. ഐരാവതം ഇന്ദ്രൻ്റെ ആജ്ഞ പോലെ വീണ്ടും ദേവലോകത്ത് പോയി ദേവേന്ദ്രൻ്റെ വാഹനമായി ഭവിച്ചു. ഐരാവതം കാലുകൊണ്ട് കുഴിച്ച തീർത്ഥത്തിന് ഗജപുഷ്കരണി എന്നാണ് ഇന്നും പറയുന്നത്. ഐരാവതം പ്രതിഷ്ഠിച്ച ഗണപതിയുടെ പേര് ഐരാവത ഗണാധിപനെന്നും ഐരാവതം താമസിച്ച സ്ഥലം ഐരാവതപുരമെന്നും ഇന്നും അറിയപ്പെടുന്നു. ഗജപുഷ്കരണിയിൽ സ്നാനം ചെയ്ത് ഐരാവത ഗണപതിയെ പൂജിച്ചാൽ എല്ലാ പാപങ്ങളും ശാപങ്ങളും ഇല്ലാതാകും. ഐരാവതം ഹാലാസ്യത്തിൻ്റെ കിഴക്കുവശത്തായി ഇന്ദ്രേശ്വരാഖ്യം എന്ന പേരുള്ള ഒരു ലിംഗവും പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തിരുന്നു. ഐരാവതപുരത്തിലുള്ള ഇന്ദ്രേശ്വരനെ പൂജിച്ചാൽ അനവധി കാലം ഇന്ദ്രൻ്റെ പോലെ സുഖങ്ങൾ അനുഭവിച്ച സ്വർഗലോകത്ത് കഴിയാം. ശ്രീപരമേശ്വരൻ്റെ ഈ ലീല ഭക്തിയോടെ വായിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പാപങ്ങളും രോഗങ്ങളും ഒക്കെ നശിച്ച് ശിവസായുജ്യം കിട്ടും. ഇങ്ങനെ പറഞ്ഞ് ഹാലാസ്യനാഥൻ്റെ രണ്ടാമത്തെ ലീലയായ ഐരാവതത്തിൻ്റെ ശാപമോക്ഷം അഗസ്ത്യ മഹർഷി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.